ഈ വരുന്ന സെപ്റ്റംബർ 31-നാണ് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഇൻകത്തിന് പുറത്ത് നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതിന്റെ നികുതി അടയ്ക്കേണ്ടതിന്റെ ലാസ്റ്റ് ഡേറ്റ് ദി ഡെഡ് ലൈൻ. അതും കഴിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ ഫൈൻ അടയ്ക്കേണ്ടി വരും അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. അപ്പോൾ ഇങ്ങനൊരു സംഭവം അടുത്തടുത്ത് വരുമ്പോഴാണ് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് നോക്കിയത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇന്ന് എത്രയോ പേരാണ് പുതിയതായിട്ട് സ്റ്റോക്ക് ട്രേഡിംഗിലേക്കും അതുപോലെ ഇൻവെസ്റ്റിംഗിലേക്കും വന്നിട്ടുള്ളത്. അതായത് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ അത് ഇൻട്രാഡേ ട്രേഡിംഗ് ആകാം, സ്വിംഗ് ട്രേഡിംഗ് ആകാം, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആകാം, എന്തുമാകാം. നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ലാഭമാണ് ഉണ്ടായതെങ്കിലും നഷ്ടമാണ് ഉണ്ടായതെങ്കിൽ പോലും നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായ കാര്യം. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ കൂടുതൽ പേരും കേട്ടിട്ടുണ്ട് ഇൻകം ടാക്സ് എന്ന് എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്. എന്തോ വലിയ വലിയ പൈസ ഉള്ള ആൾക്കാർ മാത്രം ചെയ്യുന്ന കുറെ പൈസ ഗവൺമെന്റിന് കൊടുക്കുന്ന കാര്യമായിട്ട് പലരും ധരിച്ചു വെച്ചിട്ടുണ്ട്. തെറ്റായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇൻകം ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ പെട്ടുപോകും, പ്രശ്നമാണെന്ന് കൂടുതൽ പേരും കേട്ടിട്ടുണ്ട് എന്നറിയാം. എന്നാലും അവിടെ കുറച്ച് വ്യക്തത കുറവുണ്ട്. അതായത് ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും നിങ്ങളുടെ കമ്പനി തന്നെ TDS കട്ട് ചെയ്തിട്ടായിരിക്കും സാലറി തരുന്നത്. അതുപോലെ തന്നെ കമ്പനി തന്നെ പ്രോബബ്ലി ഹെൽപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ടാക്സ് ഫയലിംഗും നടത്തി തരുന്നുണ്ടാകും. എന്നാൽ വർക്ക് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ മേ ബി ബിസിനസ് മാത്രം ചെയ്തവരാണ് ഇപ്പോഴാണ് സ്റ്റോക്ക് ട്രേഡിംഗിലേക്കോ ഇൻവെസ്റ്റിംഗിലേക്കോ വന്നിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യമാണ് ഇത്. നമ്മൾ ഇന്ത്യൻ രാജ്യത്ത് ജീവിക്കുമ്പോൾ ടാക്സ് കൊടുക്കാതെ ടാക്സ് ഫയൽ ചെയ്യാതെ വേറെ ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് കുറച്ച് ഇതിൽ ശ്രദ്ധ കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കകാലം മുതൽ എന്താണ് ഇൻകം ടാക്സ്, സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുക്കുന്നവർ ഇൻകം ടാക്സിനെ പറ്റി എന്തൊക്കെ അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ഇൻകം ടാക്സ് നിങ്ങൾ ഫയൽ ചെയ്യാൻ പേ ചെയ്യാൻ പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പല പല ഡിഫറെന്റ് സ്ലാബ്സ് ഉണ്ട്. നിങ്ങൾ ഏത് സ്ലാബിലാണ് പെടുക, അതിന്റെ കാൽക്കുലേഷൻ എന്താണ്, ഇതിനെയൊക്കെ പറ്റി ഞാൻ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അതൊന്നും സംസാരിക്കുന്നില്ല. ആ വീഡിയോസിനെ എല്ലാം ചേർത്തൊരു പ്ലേലിസ്റ്റ് ആക്കി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓരോ വീഡിയോസും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട നോളജും ഇൻഫർമേഷനും എല്ലാം അവിടെ ഉണ്ട്. എന്നാൽ ഇന്നത്തെ വീഡിയോ അതിനെല്ലാം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൂട്ടിക്കോ. അതായത് ഒരു ലാർജർ ഹയർ ലെവൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്, ശരിക്കും ആരാണ് ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടത്, അതായത് നിങ്ങൾ എന്തൊരു കണ്ടീഷനിലേക്ക് വരികയാണെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനും പേ ചെയ്യാനും എലിജിബിൾ ആകുന്നത്, ആ ഒരു ബ്രാക്കറ്റ് എപ്പോഴാണ് എത്തുന്നത് എന്നുള്ളതിന്റെ ഒരു ഹയർ ലെവൽ ഓവർവ്യൂ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുത്തിട്ട് നഷ്ടമാണ് ഉണ്ടായതെങ്കിൽ പോലും ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ബുദ്ധിപരം എന്നും ആ ഒരു സെഗ്മെന്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സെഗ്മെന്റിൽ നമുക്ക് എന്തിനാണ് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത് അല്ലെങ്കിൽ എന്തിനാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. മൂന്നാമത്തേതില് ചെയ്തില്ല എങ്കിൽ എന്തൊക്കെ ഭവിഷ്യത്തുകൾ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഏറ്റവും അവസാനം ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയും ഡിസ്കസ് ചെയ്യാം. റെഡി അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഇൻകം ടാക്സിനെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളിലേക്കും നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ദ നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു ഫൺഫോളിയോ. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യത്തെ സെഗ്മെന്റിൽ ഡിസ്കസ് ചെയ്യേണ്ടത് നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അതായത് ഷുഡ് യു പേ ഇൻകം ടാക്സ്, നിങ്ങൾ ആ ഒരു എലിജിബിലിറ്റിയിലേക്ക് ആ ഒരു ബ്രാക്കറ്റിലേക്ക് സ്ലാബിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് വളരെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണകൾ ഉള്ളതും ഈ ഒരു മേഖലയിൽ തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ ഒരു സ്ഥലത്തുണ്ട്. അതായത് പലരും ഇൻകം ടാക്സ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ചിന്തിക്കുന്നത് അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഗവൺമെന്റിന് കൊടുക്കുക, ടാക്സ് പേ ചെയ്യുക എന്നുള്ളതാണ്. അതൊരു വളരെ തെറ്റായ കാര്യമാണ്. അതായത് ഓരോ വർഷവും ഈ ഒരു ടൈം ഓഫ് ദി ഇയർ ആകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇൻകം ടാക്സ് പേയ്മെന്റ് അല്ല, എന്നാൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആണ്. ഇൻകം ടാക്സ് പേയ്മെന്റും ഇൻകം ടാക്സ് ഫയലിംഗും രണ്ടും വ്യത്യസ്തമായ കാര്യമാണ്. അതായത് ഞാൻ എഗെയിൻ പറയുന്നു, പലപ്പോഴും ചിന്തിക്കുമ്പോൾ എന്തോ ഗവൺമെന്റിന് പൈസ കൊടുക്കണമല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ എല്ലാ വർഷവും നിങ്ങളുടെ പണി അതല്ല. നിങ്ങളുടെ പണി എന്ന് പറയുന്നത് ഒരു നല്ല ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കണ്ടുപിടിക്കുക, അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വർക്ക്ഔട്ട് ചെയ്തിട്ട് ഇൻകം ടാക്സ് പേ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യലാണ്. ഇതെങ്ങനെയാ ചെയ്യുക? ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതിലൂടെ. അപ്പൊ ഇൻകം ടാക്സ് ഫയലിംഗിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഇൻകം ടാക്സ് പേയിങ്ങിലല്ല. ഞാൻ മുന്നിലേക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അത് എല്ലാ വർഷവും ഈ ഒരു അവസാന ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് ഡെഡ് ലൈൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു CA അടുത്ത് പോവുക. CA അടുത്ത് പോയിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യുക. കഴിഞ്ഞ വർഷം പല 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 സോഴ്സസിൽ നിന്നായിട്ട് മുഴുവൻ ഇൻകം നിങ്ങൾക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, ആ ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്ത് എത്ര ഡിഡക്ഷൻസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും.
നല്ലൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ടാക്സ് പ്ലാനിംഗ് നടത്താനും ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഡിഡക്ഷൻസ് ഒന്നും പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എന്റെ പഴയ വീഡിയോസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതെല്ലാം കണ്ടാൽ മതി, വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട്. ഒരു ഫേമസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ടാക്സ് സേവിംഗ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടോട്ടൽ ഇൻകം നിങ്ങൾ നോക്കി, അതിൽ എത്ര ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. ഏറ്റവും അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം കിട്ടി. ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമല്ലോ. ആരാണ്? ഒരു സിയുടെ സഹായവുമായിട്ടാണ് നിങ്ങൾ ഈ ഒരു മുഴുവൻ സംഭവം വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഈ വർക്ക്ഔട്ട് ചെയ്ത സംഭവം സിയുടെ സഹായത്തോടു കൂടി നിങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫയൽ ചെയ്യുന്നു. ഞാനെന്ന മനുഷ്യന് ഇത്രയും ഇൻകം ഉണ്ടായി, ഇത്രയും ഒക്കെ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്തു, എനിക്ക് ഇത്രയുമാണ് ടാക്സബിൾ ഇൻകം ഉള്ളത് മുതലാളി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ ഫയൽ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു നെറ്റ് ടാക്സബിൾ ഇൻകം വന്നില്ലേ, ആ നെറ്റ് ടാക്സബിൾ ഇൻകം ഏത് സ്ലാബിലാണോ പെടുന്നത് അതിനനുസരിച്ചുള്ള ഒരു ഇൻകം ടാക്സ് പേയ്മെന്റ് അതിനുശേഷം നിങ്ങൾ നടത്തുന്നു. അപ്പൊ ഇമ്പോർട്ടന്റ് എന്താണ്? ഈ ഒരു ഫയലിംഗ് നടത്തൽ, അല്ലെ, ഈ ഒരു കാൽക്കുലേഷൻ നടത്തി വർക്ക്ഔട്ട് ചെയ്ത് ബുദ്ധിപരമായി സംഭവം കണ്ടുപിടിച്ചിട്ട് അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഫയൽ ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് അതിനുശേഷം അതിന്റെ പുറത്ത് നിങ്ങൾ ഇൻകം ടാക്സ് പേ ചെയ്താൽ മതി. അപ്പോൾ പേയ്മെന്റിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടന്റ് ഫയലിംഗ് ആണ്. ഇനി നമുക്ക് പേയ്മെന്റിലേക്ക് വരാം. നിങ്ങൾ കുറെ പേരും ജോലി ചെയ്യുന്നവരാണെന്ന് വിശ്വസിക്കുന്നു, വർക്ക് ചെയ്യുന്നവരായിരിക്കും പല ഓഫീസുകളിലായിട്ട്. അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസം സാലറി കിട്ടുമ്പോൾ ഓൾറെഡി കമ്പനി TDS കട്ട് ചെയ്യുന്നുണ്ട്. ആ TDS എന്താ? ടാക്സ് തന്നെയാണ്. അത് ഗവൺമെന്റ് ഓൾറെഡി അവർ നിങ്ങളുടെ ബിഹാഫിൽ അടച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇൻകം ടാക്സ് ഫയൽ ചെയ്തപ്പോൾ നിങ്ങൾ വർഷം അടക്കാനുള്ളത് 50,000 രൂപ ടാക്സ് ആണെന്ന് കൂട്ടിക്കോ, എക്സാമ്പിൾ ആണ്. എന്നാൽ പല മാസങ്ങളായിട്ട് നിങ്ങളുടെ എംപ്ലോയർ, നിങ്ങൾക്ക് ജോലി തന്നിരിക്കുന്ന ആൾ ഓൾറെഡി 60,000 രൂപ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ പേരിൽ ബിഹാഫില്, അങ്ങനെയാണെങ്കിൽ ഇൻകം ടാക്സ് പേയ്മെന്റ് നിങ്ങൾ നടത്തേണ്ടത് പോലുമില്ല. നിങ്ങൾക്ക് 10,000 രൂപ റീഫണ്ട് ആണ് കിട്ടുക. മനസ്സിലാകുന്നുണ്ടോ? ഇൻകം ടാക്സ് പേയ്മെന്റിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ഇൻകം ടാക്സ് ഫയലിംഗിലാണ്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഇനി എല്ലാവരുടെ കേസും പറയേണ്ടതുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ, ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ഇൻകം ടാക്സ് ഫയലിംഗിൽ ഫോക്കസ് ചെയ്യുക. ഫയൽ ചെയ്തതിനു ശേഷം നമുക്ക് അറിയാം എത്ര എമൗണ്ട് ആണ് പേ ചെയ്യേണ്ടതെന്നോ കിട്ടേണ്ടതെന്നോ എല്ലാം അറിഞ്ഞതിന് ശേഷം അത് നമുക്ക് ഫൈനൽ ഒരു പേയ്മെന്റ് നടത്തിയിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി ചോദ്യം എന്ന് പറയുന്നത്, അപ്പൊ ആദ്യം ഞാൻ ചോദിച്ചത് ഈ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞത് ആരൊക്കെ ഇൻകം ടാക്സ് പേ ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് തന്നെ റെലവൻസ് ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം ആരൊക്കെയാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം തരാം. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 2.5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുണ്ട് എങ്കിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്തിരിക്കണം. ടാക്സ് പേ ചെയ്യേണ്ടി വരില്ല. അഗൈൻ ക്ലാരിറ്റി തരുന്നതാണ്. 2.5 ലക്ഷത്തിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ ഒരു സിയുടെ അടുത്ത് പോയിട്ട് ടാക്സ് ഫയൽ ചെയ്ത് അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ മിക്കവാറും 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ഇൻകം ഉള്ളവർക്ക്, വരുമാനമുള്ളവർക്ക് ടാക്സ് പേ ചെയ്യേണ്ടി വരില്ല. മനസ്സിലാകുന്നില്ലേ? എന്നാൽ ടാക്സ് ഫയൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇൻകം ടാക്സ് ഫയലിംഗിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ആരൊക്കെ? നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് അറിയുന്നല്ലേ, 2.5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്തേ പറ്റുള്ളൂ. റൈറ്റ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇൻകത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ 5 ഡിഫറെന്റ് ഇൻകം ഹെഡ്സ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തെ ഹെഡ് എന്ന് പറയുന്നത് സാലറിയാണ്. നിങ്ങൾക്ക് സാലറിയിലൂടെ ഇൻകം വരുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാം. രണ്ടാമത് എന്ന് പറയുകയാണെങ്കിൽ റെന്റൽ ഇൻകം ആണ്. നിങ്ങൾക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, അതിലൂടെ ഒരു റെന്റൽ ഇൻകം വരുന്നുണ്ടെങ്കിൽ അതിനെയും ഒരു ഇൻകം ആയിട്ട് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മൂന്നാമത്തത് ക്യാപിറ്റൽ ഗെയിൻ ഇൻകം ആണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിലോ, ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിലോ, അല്ലെങ്കിൽ മറ്റ് അസറ്റ്സിലൂടെ ഒരു ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, നിങ്ങൾ ഇട്ട പൈസയേക്കാൾ കൂടുതൽ ലാഭം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് വരുന്നത് നാലാമത്തത് ബിസിനസ് ഇൻകം ആണ്. ബിസിനസ് ഇൻകം എന്ന് പറയുമ്പോൾ ഏതൊരു ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളുടെ ഇൻകം ഈ ഒരു സെഗ്മെന്റിന്റെ കീഴിലാണ് നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതെല്ലാം CA ചെയ്തു തരുന്നതാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിലും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളുടെ ഇൻകവും വരുന്നത് ബിസിനസ് ഇൻകം ആയിട്ടാണ്. ഏറ്റവും അവസാനത്തെ ഇൻകം ടാക്സ് പറയുന്നത് അതർ ഇൻകം എന്നൊരു കാറ്റഗറിയാണ്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറിയിലാണ് വരിക. ഇനി ഈ ഒരു സെഗ്മെന്റിൽ തന്നെ പറയേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പല സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് നിങ്ങൾ തന്നെ സ്വയം വിചാരിക്കുന്നുണ്ടാവും, 2.5 ലക്ഷം ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലേ ടാക്സ് കൊടുക്കേണ്ട അല്ലെങ്കിൽ ടാക്സ് ഫയൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, നമുക്ക് എന്തായാലും നഷ്ടത്തിലാണ് ഇരിക്കുന്നത്, അപ്പോൾ പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ടതില്ലല്ലോ എന്ന്. ഞാൻ പറയട്ടെ, നഷ്ടത്തിലാണ് നിങ്ങളെങ്കിലാണ് ശരിക്കും നിങ്ങൾ ടാക്സ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്ലി ഫയൽ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാ? സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന വലിയ മോസ്റ്റ് ഓഫ് ദ നഷ്ടങ്ങളും
ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്തിട്ട് ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ നഷ്ടമാണ് ഉണ്ടാക്കിയതെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുകയാണെങ്കിൽ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എടുത്ത് ഫയൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ, സേ ഒരു 5 ലക്ഷം രൂപ നിങ്ങൾക്ക് നഷ്ടം വന്നു. ആ 5 ലക്ഷം രൂപേനെ നിങ്ങൾക്ക് അടുത്ത 8 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വർഷം നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലാഭം ഉണ്ടാവുകയാണെങ്കിൽ ആ 10 ലക്ഷത്തിന് പുറത്ത് ടാക്സ് കൊടുക്കേണ്ട. ആ 10 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷത്തെ കുറച്ചിട്ട് ബാക്കി എമൗണ്ടേ ടാക്സബിൾ ആയി വരുന്നുള്ളൂ. മനസ്സിലാക്കുന്നുണ്ടോ? ലോസ് ഉണ്ടായാൽ വളരെ ബുദ്ധിപരമാണ് ഫയൽ ചെയ്യുക. അത് 8 വർഷത്തേക്ക്, 1-2 അല്ല, 8 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളൊരു സ്വിംഗ് ട്രേഡർ ആണ് എങ്കിൽ, നിങ്ങൾക്കൊരു ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സിമ്പിൾ ആയിട്ട് പറയാം, നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡ് ചെയ്തിട്ട് അതുപോലെ ഒരു 3, 4, 5 ലക്ഷം നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ ഫയൽ ചെയ്യുകയാണെങ്കിൽ അടുത്ത 8 വർഷത്തേക്ക് നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്ത് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്താൽ അടുത്ത 4 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഈ പറഞ്ഞ ഓരോ സംഭവത്തിലാണെങ്കിലും അതാത് സംഭവത്തിൽ വരുന്ന ലാഭനഷ്ടത്തിലേക്ക് മാത്രമാണ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുക വരുന്ന 8-4 വർഷങ്ങളിൽ. എത്രയോ അടിപൊളിയല്ലേ? അവർ പിന്നെയും പറയുന്നു, ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ 2.5 ലക്ഷത്തിനേക്കാൾ കൂടുതലുള്ളവർ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ വലിയ എമൗണ്ട് നഷ്ടം വന്നിട്ടുള്ളവരാണ് നിങ്ങളെങ്കിലും തീർച്ചയായിട്ടും ഇൻകം ടാക്സിൽ ഫയൽ ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം അതുപോലെ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇപ്പൊ ക്ലിയർ ആണല്ലോ? നേരത്തെ നിങ്ങൾക്ക് സ്വയം ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മുന്നിലേക്ക് പോയിട്ട് നമുക്ക് ശരിക്കും എന്തിനാണ് ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി സംസാരിക്കാം. ശരിക്കും ഇതിന്റെ ഉത്തരം ഇൻകം ടാക്സ് പേ ചെയ്യാതിരിക്കാൻ പറ്റേയില്ല എന്നുള്ളതാണ്. അത് നമ്മൾ ഇന്ത്യൻ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ നിയമമാണ്. നമ്മളിവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും ഇൻകം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ടാക്സ് പേ ചെയ്തേ പറ്റുള്ളൂ, അല്ലേ? ഫയൽ ചെയ്തേ പറ്റുള്ളൂ. അതിനനുസരിച്ച് പേ ചെയ്യേണ്ടതുണ്ടെങ്കിൽ പേയും ചെയ്തേ പറ്റുള്ളൂ. വേറെ നടപടികൾ ഒന്നും തന്നെ ഇല്ല. അപ്പൊ അതിന്റെ ഉത്തരം അങ്ങനെയാണ്. എന്നാലും ആ ഒരു ഉത്തരം മാറ്റി വെച്ചിട്ട് ഞാൻ അതിന്റെ ശരിക്കുമുള്ള സംഭവം നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതായത് ഇത് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയ കാര്യമല്ലല്ലോ. പണ്ട് രാജാക്കന്മാരുടെ കാലം മുതലേ ഉള്ളതാണ് ഈ നികുതിയുടെ, ടാക്സിന്റെ സിസ്റ്റം. അതായത് ഒരു നാട് അല്ലെങ്കിൽ ഒരു രാജ്യം എങ്ങനെയാണ് വർക്ക് ചെയ്യുക? ആ ഒരു ഗവൺമെന്റിന് ആ നാട്ടിൽ ഡെവലപ്മെന്റ് വർക്കും കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ഗവൺമെന്റിന് ഒരു ഇൻകം വേണ്ടേ? തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻകം ഉണ്ടാക്കാനുള്ള മൾട്ടിപ്പിൾ സോഴ്സസ് ഉണ്ട്. കുറെ ഗവൺമെന്റ് റൺ ചെയ്യുന്ന കമ്പനികളുണ്ട്. ഈ കമ്പനികൾക്ക് ലാഭമുണ്ട്. അതെല്ലാം തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഇൻകം സോഴ്സസ് ആണ്. എന്നാൽ അതുപോലെ തന്നെ ആ രാജ്യത്ത് നടത്തുന്ന കമ്പനികൾക്ക് ലാഭമുണ്ടെങ്കിൽ അവരെടുത്തുനിന്ന് പറയുകയാണ് അതിന്റെ ഒരു ഷെയർ നമ്മുടെ രാജ്യത്തിന് രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കാനാണ്. അതുപോലെ അവിടുത്തെ സാധാരണക്കാരുടെ അടുത്തും പറയുകയാണ്, അതായത് ഇൻകം ഉണ്ടാക്കുന്ന മോശമല്ലാത്ത നല്ല ഇൻകം സ്ലാബിൽ വരുന്നവരുടെ അടുത്ത് മാത്രം ഗവൺമെന്റ് പറയുകയാണ്, നിങ്ങളും നിങ്ങളുടെ ഇൻകത്തിന്റെ ഒരു ശതമാനം ഗവൺമെന്റിന് നിങ്ങളുടെ നാട് നന്നാക്കാനാണ്, അതിന്റെ നന്മക്ക് വേണ്ടി തന്നെയാണ് എന്ന്. അപ്പോൾ പറയുകയാണെങ്കിൽ എല്ലാം നമ്മുടെ നന്മക്കാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. എന്നാലും ലാർജർ പോയിന്റ് ബീയിങ്, സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു രാജ്യം വളരണമെങ്കിൽ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് അഗൈൻ മറ്റേ സൈഡ് ഓഫ് ദ ആൻസർ ഈസ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെയാണ് അടുത്ത കാര്യം സംസാരിക്കേണ്ടത്. കൊടുക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ നിങ്ങൾ ശരിക്കും ടാക്സ് കൊടുക്കേണ്ട ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം അത്രയും ഉണ്ട്, നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യേണ്ടതുണ്ട്, അതുപ്രകാരം ടാക്സ് പേയും ചെയ്യേണ്ടതുണ്ട്. എന്നിട്ടും നിങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനോടാണ് കളി. അവർക്കും തീർച്ചയായിട്ടും എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, ഡേറ്റയും ഉണ്ട്. നിങ്ങൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് അവർക്കറിയാം, നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് അവർക്കറിയാം. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഒരു ഇൻകം ടാക്സ് നോട്ടീസ് ആയിട്ടായിരിക്കും ആദ്യം പ്രശ്നം നിങ്ങളുടെ അടുത്തേക്ക് എത്തുക. അപ്പോൾ ഒരു നോട്ടീസ് വരും, നിങ്ങൾ അവരെ വിളിക്കും, നിങ്ങളുടെ അടുത്ത് അവർ എക്സ്പ്ലനേഷൻ ചോദിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഗെയിൻ ഒരു സിഎയുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ശ്രമിച്ചു നോക്കാം. എന്നാൽ നിങ്ങൾ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ട് എങ്കിൽ, മര്യാദക്ക് കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പെടുക തന്നെ ചെയ്യും. ഭീമമായ അതിശക്തമായിട്ട് ഫൈൻസ് ആണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സാധാരണ ഈടാക്കാറുള്ളത്. അപ്പോൾ വലിയ ടാക്സ് വലുത് തന്നെ കൊടുക്കേണ്ടി വരും. അതിന്റെ പുറത്ത് കുറെ ഫൈനും കൊടുക്കേണ്ടി വരും. ഇതിനെല്ലാം പിന്നിൽ കുറെ കോടതി കയറി ഇറങ്ങേണ്ടി വരും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സമയം കുറെ പോകും, നിങ്ങളുടെ കുറെ മനസമാധാനം പോകും, കുറെ പൈസയും പോകും. കുറച്ച് ഇവിടെ ലാഭിക്കാന്ന് വിചാരിച്ചിരുന്നാല് വലിയ പൈസയായിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനും കാര്യങ്ങളും പോവുക. അപ്പൊ എന്തിനാണ് അങ്ങനെ തലവേദനകളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. വേറൊരു സൈഡ് ഓഫ് ആൻസർ ഈസ് നമുക്ക് റെസ്പോൺസിബിൾ സിറ്റിസൺസ് ആകാം. അപ്പോൾ അങ്ങനെയും പറയാൻ പറ്റുന്നതാണ്. എന്നാലും ലാർജർ പോയിന്റ് അതാണല്ലോ. പിന്നീട് ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത് നിങ്ങളുടെ നന്മക്ക് വേണ്ടി തന്നെയാണ്, റൈറ്റ്? ഭാവിയിൽ ഉണ്ടാകുന്ന ലാഭത്തിന്റെ പുറത്ത് എക്സ്ട്രാ ടാക്സ് കൊടുക്കേണ്ടതില്ലല്ലോ. അവിടെ ടാക്സ് സേവ് ചെയ്യാനായിട്ട് ഇപ്പോൾ നഷ്ടത്തിന്റെ പുറത്തും ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതും ക്ലിയർ ആണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊരു റെസ്പോൺസിബിൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ടാക്സ്
കാര്യമായിട്ട് പ്ലാൻ ചെയ്യലും സമയാസമയം ഫയൽ ചെയ്യലും അത് പേ ചെയ്യലും നമ്മൾ തീർച്ചയായിട്ടും ഏറ്റെടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നിലേക്ക് കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയേണ്ടതുണ്ട്. അതായത് ഞാൻ മുന്നും ഇൻകം ടാക്സിന്റെ വീഡിയോ ചെയ്ത അന്ന് പോലും അല്ലെങ്കിൽ പലപ്പോഴും സൺഡേ ലൈവിലും പറഞ്ഞിട്ടുള്ളതാണ്, ഫൺഫോളിയോയുടെ ഭാഗത്ത് നിന്ന് ഒരു ടാക്സ് ഫയലിംഗ് സർവീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പൊ ഞാൻ തന്നെ എൻ്റെ പേഴ്സണൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ നോക്കുമ്പോൾ, ട്രേഡിംഗിൽ നിന്ന് അത്രയും ഇൻകം വരുമ്പോൾ അതിലെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും നേരിട്ടുണ്ട്. അതായത് കേരളത്തിൽ ഇതിങ്ങനെ വളർന്നു വരുന്നൊരു സംഭവം ആയതുകൊണ്ട് കേരളത്തിലെ പല സ്ഥലങ്ങളിലും പല CAs ആണെങ്കിലും അല്ലെങ്കിൽ അസോസിയേറ്റഡ് സർവീസ് പ്രൊവൈഡേഴ്സ് ആണെങ്കിലും അവർക്ക് ഇപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന് പ്രോപ്പർലി ടാക്സ് ഫയൽ ചെയ്ത് കൊടുക്കാൻ അറിയില്ല എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. എത്രയോ പേരുടെ പേഴ്സണൽ സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ആലോചിച്ചത്, കേരളത്തിൽ തന്നെയുള്ള ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള CAസുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു എക്സലൻസ് നിങ്ങളിലേക്ക് എത്തിച്ചു തരാനായിട്ട്, അതായത് അവർ വർഷാവർഷങ്ങളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല രീതിയിൽ ഹെവിലി ട്രേഡ് ചെയ്യുന്നവരെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ടാക്സ് ഫയൽ ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അവരുടെ സർവീസ് നിങ്ങളിലേക്ക് നേരിട്ട് ഫൺഫോളിയോ വഴി എത്തിച്ചു തരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഒരു വെബ്സൈറ്റും ഒരു പ്രൊഡക്റ്റും ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് വളരെ ഈസിലി ഏറ്റവും ടോപ്പ് CAസിന്റെ അടുത്ത് നിന്ന് നാട്ടിൽ എവിടെയും കിട്ടാത്ത അത്രയും ചെറിയ എമൗണ്ടിൽ ടാക്സ് ഫയലിംഗ് നമ്മൾ സാധ്യമാക്കി തരികയാണ്. അതിന്റെ പുറത്ത് നമ്മൾ മറ്റ് ഡീൽസ് തരുന്നുണ്ട്, ഓഫേഴ്സ് തരുന്നുണ്ട്, ഡിസ്കൗണ്ട്സ് തരുന്നുണ്ട്. റൈറ്റ്, അപ്പോൾ അതിനെപ്പറ്റിയാണ് സംസാരിക്കാനുള്ളത്. ഫൺഫോളിയോന്റെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് സർവീസ്. അപ്പോൾ അത് നിങ്ങളെ കൂടി അറിയിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വെബ്സൈറ്റിലേക്ക് പോകാം, അതിൽ ചെന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ പ്ലാൻ സെലക്ട് ചെയ്യേണ്ടത്. ബുദ്ധിപരമായിട്ട് ഇന്റലിജന്റ്ലി പ്ലാൻ കണ്ടുപിടിക്കാനുള്ള ഒരു ടൂൾ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ പ്ലാൻ എങ്ങനെയാണ് എടുക്കേണ്ടത്, മുന്നിലേക്കുള്ള സർവീസ് എന്താണ്, ഇത് മുഴുവൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ എവിടെയും പുറത്തു പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വെബ്സൈറ്റിൽ വരിക, നിങ്ങൾ പ്ലാൻ സെലക്ട് ചെയ്യുക, ബുക്ക് ചെയ്യുക, CA നേരിട്ട് നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യും. നിങ്ങളുടെ അടുത്ത് നിന്ന് വേണ്ട ഡോക്യുമെന്റ്സ് അവർ ചോദിക്കുന്നതാണ്. ആ ഡോക്യുമെന്റ്സ് എല്ലാം ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ട് തന്നെ നിങ്ങളുടെ ടാക്സ് ഫയലിംഗ് നടക്കും, പേയ്മെന്റ് ചെയ്യണമെങ്കിൽ അതും നടക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റിലേക്ക് പോയിട്ട് നമുക്ക് മുന്നിലേക്കുള്ള കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതാണ് ഫൺഫോളിയോന്റെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് വെബ്സൈറ്റ്. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട് എക്സ്പേർട്ട് അസിസ്റ്റഡ് ഇൻകം ടാക്സ് ഫയലിംഗ് ഫോർ യു, NRIs, ട്രേഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ബിൽഡ് ചെയ്തപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന് വേണ്ടി മാത്രമായിട്ട് ബിൽഡ് ചെയ്തില്ല. നിങ്ങൾ വെറും ജോലി ചെയ്യുന്ന മാത്രം ഒരാളാണെങ്കിലും, ബിസിനസ് മാത്രം റൺ ചെയ്യുന്ന ആളാണെങ്കിലും, ഓഡിറ്റിംഗ് വേണ്ട ആളാണെങ്കിലും, ആരാണെങ്കിലും നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരാം. നമ്മുടെ സർവീസ് അവൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ട്രേഡേഴ്സിന് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ താഴേക്ക് വരികയാണെങ്കിൽ കാണാൻ പറ്റും ഹൗ ഡസ് ഇറ്റ് വർക്ക്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പ്ലാൻ കണ്ടെത്തുക, അതിനുശേഷം അതിന്റെ പേയ്മെന്റ് നടത്തുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മുടെ ഒരു പോർട്ടൽ ഉണ്ട്. ആ പോർട്ടലിൽ ഞാൻ കാണിച്ചു തരാം. അവിടെ ചെന്നിട്ട് നിങ്ങൾ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഡോക്യുമെന്റ്സ് അപ്ലോഡ് ഏതൊക്കെയാണെന്ന് അവിടെ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടാക്സ് എക്സ്പേർട്ട് നിങ്ങളെ നേരിട്ട് ഫോൺ വിളിക്കുന്നതാണ്, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതാണ്. നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു ടാക്സ് ഫയലിംഗിന്റെ ആ ഒരു കമ്പ്യൂട്ടേഷൻ, ആ വർക്കൗട്ട് മുഴുവൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് എല്ലാം ഓൺലൈനായിട്ട് തന്നെ ചെയ്തു തരുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് ടാക്സ് പേയ്മെന്റ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരും. ആ പേയ്മെന്റ് നടത്താനുള്ള ലിങ്കും കാര്യങ്ങളും അയച്ചു തരും. ടാക്സ് റീഫണ്ട് കിട്ടേണ്ടതാണെങ്കിൽ ആ റീഫണ്ട് വാങ്ങിച്ചു തരുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ്. യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, ഒരു നൂലാമാലകളുമില്ല. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താണെന്നാ പറഞ്ഞത്, പ്ലാൻ സെലക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ മുകളിൽ ഓൾ പ്ലാൻസ് എന്നുള്ള സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഓൾ പ്ലാൻസിലേക്ക് വരികയാണെങ്കിൽ മുകളിൽ കണ്ടോ, നിങ്ങളുടെ ഇൻകം, ഞാൻ ആദ്യം പറഞ്ഞു അല്ലേ, 5 മേജർ ഹെഡ്സ് ആണുള്ളത്. നിങ്ങളുടെ ഇൻകം എവിടെ നിന്നാണോ വരുന്നത് അത് പ്രകാരമുള്ള പ്ലാൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് സെലക്ട് ചെയ്യാം. അതായത് നിങ്ങൾ ഓൾറെഡി ജോലിയുണ്ട്, അതിന്റെ കൂടെ ബിസിനസ്സും ചെയ്യുന്നുണ്ടാകും. അതിന്റെ മുകളിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള ഈ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വരാം. നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ 2 പ്ലാൻസ് ആണ് നമ്മുടെ അടുത്തുള്ളത്. നിങ്ങളൊരു ട്രേഡർ ആണ് എങ്കിൽ ഈ 3 പ്ലാൻസ് ആണുള്ളത്. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റും ബിസിനസ്സും ഒരുമിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഈ 3 പ്ലാൻസ് ആണുള്ളത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റും ചെയ്യുന്നവരാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ പ്ലാൻസിൽ നിന്ന് സെലക്ട് ചെയ്യാം. ബിസിനസ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഈ 2 പ്ലാൻസിൽ നിന്ന് സെലക്ട് ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലും അസറ്റ്സ് സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 2 പ്ലാൻസിൽ നിന്ന് സെലക്ട് ചെയ്യാം. സാലറി മാത്രമുള്ളൂ എങ്കിൽ ഈ 2 പ്ലാൻസിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ സാലറി മാത്രമുള്ളൂ എങ്കിൽ ഇൻഡസ്ട്രി ബെസ്റ്റ് റേറ്റ്സ് ആണ് വെച്ചിരിക്കുന്നത്.
399 നിന്ന് സ്റ്റാർട്ടിംഗ് ആണ്. ഇത് മാത്രമല്ല കേട്ടോ, ഏതൊരു പ്ലാൻ നോക്കുകയാണെങ്കിലും നിങ്ങൾ എവിടെ കമ്പയർ ചെയ്യുകയാണെങ്കിലും പുറത്തേക്കാളും ബാക്കി ഏതൊരു പ്രൊഡക്റ്റിനേക്കാളും സർവീസിനേക്കാളും എമൗണ്ട് കുറച്ച് വെക്കാൻ മാത്രമാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. NRIs ആണെങ്കിൽ കുറെ പേരുണ്ട് എന്നറിയാം, തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. NRI ആണെങ്കിൽ വേറെ ഒന്നിലേക്കും നോക്കേണ്ട, നേരെ ഈ ഒരു സെക്ഷനിലേക്ക് വന്നാൽ മതി. ഇനി നിങ്ങൾക്ക് ഓഡിറ്റ് വേണ്ട ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഓഡിറ്റിന് വേണ്ട പ്ലാനുമുണ്ട്. എനിക്കറിയാം നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ടെങ്കിലും ഉണ്ടാകും, കംപ്ലീറ്റ്ലി മനസ്സിലാകുന്നില്ല, അയ്യോ കുറെ കൺഫ്യൂഷൻ ഉണ്ട്, ഏത് സെലക്ട് ചെയ്യണമെന്ന് അറിയില്ല എങ്കിൽ ബുദ്ധിപരമായിട്ട് നമ്മൾ നിങ്ങളെ സഹായിക്കാനായിട്ട് കണ്ടോ അവിടെ ഫൈൻഡ് മൈ പ്ലാൻ. നിങ്ങൾക്ക് സ്വയം ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ നിങ്ങളോട് ചോദിക്കും. ആ ചോദ്യങ്ങളിലൂടെ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്ലാൻ ഏതാണെന്ന് ബുദ്ധിപരമായി കണ്ടുപിടിക്കാനുള്ള ഒരു ടൂളും നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ കണ്ടു നോക്കിയാലോ. അതായത് ആദ്യത്തെ ചോദ്യം എന്ന് ചോദിക്കുന്നത് ഡു യു ഹാവ് എ സാലറി ഇൻകം എന്നുള്ളതാണ്. കൂടുതലും നമ്മുടെ ഇടയിലുള്ള കൂടുതൽ പേർക്കും ഒരു സാലറി ഇൻകം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ യെസ് ഐ ഹാവ് വൺ സാലറി ഇൻകം ഞാൻ സെലക്ട് ചെയ്തു. അടുത്തത് എന്താ, ഡു യു ഹാവ് എ റെന്റൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമ്മുടെ ഇടയിൽ കൂടുതൽ പേർക്കും അങ്ങനെ ഒരു പരിപാടി ഉണ്ടാകില്ല എന്ന് വിചാരിക്കുന്നു, അപ്പോൾ ഞാൻ നോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദിക്കുന്നത് ഹാവ് യു സോൾഡ് എനി അസറ്റ്സ് ലൈക്ക് പ്രോപ്പർട്ടി, ലാൻഡ്, ഗോൾഡ് എക്സെട്ര ഡ്യൂറിംഗ് ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ. ഇതിനും സാധ്യത കുറവാണ്, ഇവിടെയും ഞാൻ നോ അടിക്കുകയാണ്. അടുത്ത ചോദിക്കുന്നത് ആർ യു എ സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പന്റ്. അതിശക്തം, റൈറ്റ്? നമ്മൾ കൂടുതൽ പേരും സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണ്. കൂടുതൽ പേർക്കും ഒരു ബ്രോക്കർ ആയിരിക്കും യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഇനി ഒന്നിൽ കൂടുതൽ ബ്രോക്കർ ഉണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക, ഒരു ബ്രോക്കർ ആണെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. അടുത്ത് ചോദിക്കുന്ന വാട്ട് ആർ യുവർ സ്റ്റോക്ക് മാർക്കറ്റ് ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മളിൽ കൂടുതൽ പേര് ഞാൻ വിചാരിക്കുന്നത് സ്വിംഗ് ട്രേഡ് ചെയ്യുന്നുണ്ടാകും, ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാകും, ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നുണ്ടാകും. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലേക്ക് എത്ര പേര് ഇറങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ മാത്രമല്ലേ, ഞാൻ ഇൻട്രാഡേ ട്രേഡിംഗ് പ്ലസ് എബവ് ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ ഡു യു ഹാവ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. കൂടുതൽ പേർക്കും അങ്ങനെയൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ പിന്നെ നെക്സ്റ്റ് അടിക്കുകയാണ് ആർ യു എൻ NRI. NRI അല്ലാത്ത ഒരാളാണ് നമ്മൾ എക്സാമ്പിൾ എടുത്തിരിക്കുന്ന ഒരാൾ. അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ സെലക്ട് ആപ്ലിക്കബിൾ ഐറ്റംസ് ഫ്രം ദ ലിസ്റ്റ് ബിലോ. I have agricultural income of more than 5,000. അതില്ല. I am a partner in a company or firm. I am a director of a company. ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ തൽക്കാലം എക്സാമ്പിളിൽ നൺ ഓഫ് ദ എബോവ് ആർ ആപ്ലിക്കബിൾ ടു മീ എന്ന് സെലക്ട് ചെയ്തിട്ട് ഞാൻ സബ്മിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൂൾ തന്നെ പറയുന്നുണ്ട് ഹിയർ ഇസ് ദ ബെസ്റ്റ് പ്ലാൻ ഫോർ യു ബേസ്ഡ് ഓൺ യുവർ റെസ്പോൺസസ്. അപ്പോൾ ബെസ്റ്റ് പ്ലാൻ ഇതാണ്, ഇൻട്രാഡേ ട്രേഡിംഗ് ബേസിക് സിംഗിൾ ബ്രോക്കർ. ഇതാണ് പ്ലാനിന്റെ പേര്. അപ്പോൾ നമുക്ക് പ്ലാൻ ഡീറ്റെയിൽസിലേക്ക് പോകാം. 999 റുപ്പീസ് ആണ് ഇതിന്റെ എമൗണ്ട് വരുന്നുള്ളൂ. ഇതിന്റെ പുറത്ത് എനിക്ക് ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, നിങ്ങൾ മാർക്കറ്റ് ഫീഡ് പ്രോ യൂസർ ആണ് എങ്കിൽ അല്ലെങ്കിൽ പ്രോ സബ്സ്ക്രിപ്ഷൻ ഇനി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ പുറത്ത് 25% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് വെറും 750 റുപ്പീസിന് നിങ്ങളുടെ ഇൻകം ടാക്സ് ഫയലിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങൾ മാർക്കറ്റ് ഫീഡ് പ്രോ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ 3 മാസത്തെ ടിക്കർ ടേപ്പ് പ്രോ സബ്സ്ക്രിപ്ഷനും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മുടെ ഇനീഷ്യൽ യൂസേഴ്സിന് നമ്മൾ നൽകുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്പർ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ചെറിയ എമൗണ്ടിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ മാർക്കറ്റ് ഫീഡ് പ്രോ നിങ്ങൾ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി എടുത്തിട്ട് ഇതിന്റെ ഡിസ്കൗണ്ട് ക്ലെയിം ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ മാർക്കറ്റ് ഫീൽഡിൽ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ച നമ്പർ എന്താണോ അത് കൊടുത്താൽ മതി, നിങ്ങളുടെ ഡിസ്കൗണ്ടിന് എലിജിബിൾ ആകുന്നതാണ്, നിങ്ങൾക്കൊരു കൂപ്പൺ കോഡ് കിട്ടുന്നതാണ്. അപ്പോൾ താഴോട്ട് വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാര്യങ്ങൾ വായിച്ചു നോക്കാം. നിങ്ങൾ ഈ പ്ലാൻ, ദിസ് പ്ലാൻ ഇസ് ഫോർ യു, നിങ്ങൾക്ക് വിശദമായിട്ട് വായിച്ചു നോക്കാം. ഈ പ്ലാൻ നിങ്ങൾക്കല്ല എന്നത് മനസ്സിലാക്കാനായിട്ട് ഈ എഴുതിയിരിക്കുന്ന വായിച്ചു നോക്കാം. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് വേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ only if applicable, ഇതെല്ലാം വായിച്ചു നോക്കി വ്യക്തമായ ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇഫ് ദിസ് പ്ലാൻ മേക്ക് സെൻസ് ഫോർ യു, നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നിലേക്ക് പോകാം. പ്രൊസീഡ് ടു പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പേയ്മെന്റിന്റെ പേജിലേക്ക് പോകും. പേയ്മെന്റ് നടത്തുക, പിന്നീട് കാര്യങ്ങൾ മുന്നിലേക്ക് വളരെ സിമ്പിൾ ആയിട്ട് മുന്നിലേക്ക് പോകും. ഇത്രയും എന്തായാലും ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾ പേയ്മെന്റ് നടത്തിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഇമെയിലും വരും, നിങ്ങൾക്കൊരു വാട്സാപ്പ് മെസ്സേജും വരും. അതിൽ നിങ്ങൾക്ക് നമ്മുടെ ഇൻകം ടാക്സ് ഫയലിംഗ് പോർട്ടലിലേക്കുള്ള ലിങ്ക് ആയിരിക്കും കിട്ടുക. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ ബാക്ക് എൻഡ് പോർട്ടൽ. അപ്പോൾ ഈ ഒരു പോർട്ടലിലേക്ക് നിങ്ങൾ വന്നിട്ട് ഏത് നമ്പറാണോ നിങ്ങൾ നേരത്തെ കൊടുത്തത് അതേ നമ്പർ വെച്ചിട്ട് ഇവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ആദ്യമേ ലോഗിൻ ചെയ്യരുത്, ആദ്യം ഒരിക്കൽ സെയിം നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക, അതിനുശേഷം ലോഗിൻ ചെയ്യുക. ഞാനൊന്ന് ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്കായിരിക്കും നിങ്ങൾ എത്തുക. നിങ്ങൾ ആദ്യം വെൽക്കം ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സബ്മിറ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്തിട്ട് ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെങ്കിലും അതെല്ലാം സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം പേഴ്സണൽ ഇൻഫർമേഷനിലേക്ക് വന്നിട്ട് ഇതെല്ലാമാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇപ്പോൾ പാന് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ പാനിന്റെ ഡീറ്റെയിൽസ് മാനുവലി നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഓരോ ഡീറ്റെയിൽസ് ചോദിക്കുന്നതിനനുസരിച്ച് ഫില്ല് ചെയ്ത് പോവുക. ശ്രദ്ധിക്കേണ്ടത് ഇൻകം ഡീറ്റെയിൽസ് എന്നുള്ള ഈ ഒരു സെക്കൻഡ് പേജ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ
ഓരോന്നിലും ആഡ് ഡീറ്റെയിൽസ് ഓഫ് ഇൻകം ഫ്രം സാലറി ഓർ പെൻഷൻ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ താഴെ അതിന്റെ ആവശ്യമുള്ള ഫോം ഓപ്പൺ ആയി വരും. വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് എന്താണ് ഫോം 16 ചോദിക്കുന്നുണ്ടെങ്കിൽ അത് എന്താണെന്നും അത് എവിടെ നിന്ന് കിട്ടുന്നുണ്ടെന്നും എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അത് അപ്ലോഡ് ചെയ്തതിനു ശേഷം അതിനെ അൺടിക്ക് ചെയ്തിട്ട് ആഡ് ഡീറ്റെയിൽസ് ഓഫ് ഇൻകം ഫ്രം സ്റ്റോക്ക് മാർക്കറ്റ്, അപ്പോൾ അവിടെ വന്നിട്ട് എന്താണോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്, ആവശ്യമുള്ള ഡോക്യുമെന്റ് എന്താണോ അത് പറയുന്നുണ്ട്. ഏതാണോ ഡേറ്റ് വേണ്ടത്, അല്ലെങ്കിൽ സീറോദയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സീറോദയിൽ നിന്ന് എങ്ങനെയാണ് അത് കിട്ടേണ്ടത് എന്നുള്ളതിന്റെ ലിങ്ക് പോലും കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് അത് വന്നിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഓരോ ഡീറ്റെയിൽസും ആവശ്യമുള്ള ഡോക്യുമെന്റ്സും എല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്തതിനു ശേഷം ടാക്സ് ഡിഡക്ഷൻസ് എന്നുള്ള ലാസ്റ്റ് ഒരു സ്ഥലത്തേക്ക് വരാം. ഇവിടെയും ചോദിക്കുന്ന പോലെ ഡിഡക്ഷൻസ് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ട് എങ്കിൽ, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു സേവിംഗ് സ്കീമിൽ, മ്യൂച്വൽ ഫണ്ടിലോ ELSSലോ അതുപോലെയുള്ള എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നതാണ്. CAയുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നോട്ട്സും ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ സേവ് കൊടുത്താൽ മതി. ഇപ്പോഴും എനിക്കറിയാം നിങ്ങൾ ചിലരെങ്കിലും പേടിക്കുന്നുണ്ടാകും, ഇതെല്ലാം കണ്ടിട്ട് കുറച്ച് ഇന്റിമിഡേറ്റിംഗ് ആണ്, എല്ലാം മനസ്സിലാകുന്നില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് സ്വയം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ടീമിൽ നിന്ന് ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇനി അതൊന്നുമല്ല എങ്കിൽ തന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കാനാണ്, നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരുടെ ജീവിതം അറ്റ്ലീസ്റ്റ് ഫൈനാൻഷ്യൽ റിലേറ്റഡ് കാര്യങ്ങൾ ബെറ്റർ ആക്കാനായിട്ടാണ്. അപ്പം നിങ്ങൾ ഞങ്ങളുടെ സർവീസ് എടുത്താലും ഇല്ല എങ്കിലും എന്നത്തെയും പോലെ ഫണ്ട് ഫോളിയോ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇൻകം ടാക്സ് റിലേറ്റഡ് എന്ത് ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും, നിങ്ങൾ ഫയൽ ചെയ്യേണ്ടതുണ്ടോ, ഫയൽ ചെയ്യേണ്ടതില്ലേ, നിങ്ങൾ ആരുടെങ്കിലും പൈസ വാങ്ങിച്ചിട്ട് ട്രേഡ് ചെയ്യാണ്, അപ്പോൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇങ്ങനെ കുറെ ഡൗട്ട്സ് ഉണ്ടാകും അല്ലേ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ടാക്സിനെ സപ്പോർട്ട് തരാനായിട്ട് സഹായിക്കാനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ടീമിനെ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഏത് ചോദ്യത്തിനാണെങ്കിലും അവർ ഉത്തരം തരുന്നതാണ്. അതേ ടീം തന്നെയായിരിക്കും നിങ്ങൾ ഈ സർവീസ് എടുക്കുകയാണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സർവീസ് തരുക. നിങ്ങളുടെ ഇൻകം ടാക്സ് എന്നുള്ള ഇത്ര നാളുണ്ടായിരുന്ന ആ ഒരു തലവേദനയെ കംപ്ലീറ്റ്ലി മാറ്റി തരാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ പ്ലേലിസ്റ്റ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാ വീഡിയോസും കാണുക, മനസ്സിലാക്കുക എന്താണ് ഇത് എന്നുള്ളത്. ഈ പറഞ്ഞ ക്രൈറ്റീരിയയിൽ നിങ്ങൾ പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടാക്സ് ഫയൽ ചെയ്യേണ്ടതുണ്ട്. ടാക്സ് പേ ചെയ്യണമെങ്കിൽ അതും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് എപ്പോഴത്തെ പോലെയും അതിശക്തമായിട്ട് തന്നെ മുന്നിലേക്ക് പോകാം. തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു വീഡിയോയും അതുപോലെ നമ്മുടെ ഈ ഒരു സർവീസും നിങ്ങളുടെ ചുറ്റും ആരുണ്ടെങ്കിലും അവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പന്റ് ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ. അവർ ജോലി ചെയ്യുന്നവരാണെങ്കിലും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ടാക്സ് ഫയൽ ചെയ്യേണ്ടതുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഫണ്ട് ഫോളിയോ റെഫർ ചെയ്യുമെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.